കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ രക്ഷിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം വലിയ തോതിലുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെ വലിയ തോതിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുടെ ലിസ്റ്റിൽ ഈ ജില്ലാ കളക്ടറും ഉണ്ട് എന്ന് മഞ്ജുഷ കൃത്യമായി മൊഴി നൽകി. മാത്രമല്ല, അരുൺ കെ വിജയൻ ഇദ്ദേഹത്തിനോട് ഒടുങ്ങാത്ത പകയുണ്ടായിരുന്നു എന്നുള്ളതും ഇദ്ദേഹത്തിനോട് മനുഷ്യത്വപരമായി പെരുമാറിയിട്ടില്ല എന്നുള്ളതും മഞ്ജുഷ നിരവധി സാഹചര്യങ്ങളിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുരുക്ക് മുറുകും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അദ്ദേഹത്തെ എങ്ങനെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിലേക്ക് വിടാൻ വേണ്ടിയുള്ള നീക്കം ത്വരിതപ്പെടുത്താനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതുവഴി ജില്ലാ കളക്ടർ സ്ഥാനത്ത് പുതിയൊരാളെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒന്ന് തണുത്തതിന് ശേഷം തിരിച്ച് മറ്റേതെങ്കിലും പോസ്റ്റിങ്ങിൽ കേരളത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള നീക്കം. കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോഴും അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനക്കയറ്റം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നീക്കമാണ്. ഒന്ന് ആലോചിക്കണം, നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രധാന പങ്കാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന TP ദിവ്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരനായ ഈ വ്യക്തിയെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളത് വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. നവീൻ ബാബുവിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലേക്ക് എത്തിയ ജില്ലാ കളക്ടറെ കടത്തിവിടരുതെന്ന് മഞ്ജുഷ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒടുവിൽ അവിടുത്തെ പത്തനംതിട്ട സബ് കളക്ടറുടെ കയ്യിലൊരു കത്തയച്ച് ആണ് ഇദ്ദേഹം ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രഹസന നാടകം നടത്തിയത്. അത് വെറും പ്രഹസനമായിരുന്നുവെന്നും അതിൽ യാതൊരു രീതിയിലുള്ള കഴമ്പുമില്ലായിരുന്നു എന്നുള്ളത് കത്തിൻ്റെ ഉള്ളടക്കം വായിച്ചാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇദ്ദേഹം ആറളം ഫാമിലെ ഭൂമി വിവാദ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയതും അവിടെ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നേരത്തെ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ ഗീത IAS കയ്യോടെ പൊക്കിയതാണ്. വാസ്തവത്തിൽ ഗീത IASനോടും ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പകയുണ്ട്. കാരണം അവരാണ് കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ഇയാൾക്കെതിരെ ശേഖരിച്ചതും വലിയ തോതിലുള്ള കള്ളക്കളികൾ പൊളിച്ചടുക്കിയതും. മാത്രമല്ല, TV പ്രശാന്തൻ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അതെല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്ന രേഖകളും കയ്യോടെ പൊക്കിയതോടുകൂടി നവീൻ ബാബുവിൻ്റെ കേസ് ഒന്നുകൂടി കുരുക്കഴിയുകയാണ്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് മഞ്ജുഷ. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് CBI വരേണ്ടതുണ്ട്. SIT എന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ടീമാണോ, പ്രോസിക്യൂഷൻ എന്നത് കേസിനെ വളച്ചൊടിക്കാനും കേസ് ദുർബലമാക്കാനും വേണ്ടിയുള്ള ടീമാണോ എന്ന് മഞ്ജുഷ വീണ്ടും വീണ്ടും ആരായുന്നുണ്ട്. കാരണം SIT മഞ്ജുഷയുടെ മൊഴിയെടുത്തത് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ്. അതായത് SITയുടെ പ്രധാന പണി TP ദിവ്യയെയും അതുപോലെ തന്നെ മാഫിയ സംഘങ്ങളിൽ പരമാവധി രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതവർ കൃത്യപൂർവ്വം നടത്തി കഴിഞ്ഞു. എന്നിട്ടൊരു പ്രഹസന നാടകം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, കള്ളത്തരം കാണിക്കാൻ വേണ്ടി, ഇത്തരത്തിൽ ആളുകളെ പമ്പര വിഡ്ഢികളാക്കാൻ വേണ്ടി വലിയ തോതിൽ നാടകവുമായി എത്തി. അതിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ മഞ്ജുഷ വ്യക്തിപരമായി കൂടി നീങ്ങിയിരിക്കുകയാണ്.